പ്രിയപ്പെട്ടവരെ, ഒരു പ്രധാനപ്പെട്ട ഒരു മാസത്തിലൂടെയാണ് നാം കടന്നു പോകുക. കാരണം നവംബർ മാസം, ഈ മാസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ പാപമോഹങ്ങളൊക്കെ മോചിപ്പിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് അവര് കയറണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെയൊക്കെ സിംതേരികളിലും ദേവാലയത്തിലുമൊക്കെ അണയേണ്ട മാസമാണ് ഈ നവംബർ മാസം. തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് മരിച്ചുപോയവർക്കും നൽകുന്നുണ്ട്. നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആത്മാക്കൾ നമ്മളിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഈ നവംബർ മാസത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം, ഈ മാസത്തില് നമ്മുടെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്ന ഒരു മാസം, വലിയൊരു അനുഗ്രഹം അവർക്ക് ലഭിക്കുന്ന ഒരു മാസം. കാരണം ശുദ്ധീകരണ സ്ഥലം ഒരുപാട് ചുട്ടുപൊള്ളുന്ന അഗ്നിയിലൊക്കെ കിടന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ആത്മാക്കൾ നിമിഷം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു വലിയൊരു ആശ്വാസമാണ് ഈ നവംബർ മാസത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് സഭയുടെ വലിയ അധികാരത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. എന്താണ് ഈ പൂർണ്ണ ദണ്ഡവിമോചനം? അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? അതെങ്ങനെ ഈ പ്രത്യേകിച്ച് നവംബർ മാസത്തെ ദണ്ഡവിമോചനത്തിന്റെ പ്രത്യേകത, ഇതിനെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് വലിയ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. പലർക്കും വലിയൊരു സംശയമാണ് ഈ ദണ്ഡവിമോചനവും കുംഭസാരവും ഒന്നാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, കുംഭസാരവും ദണ്ഡവിമോചനവും തീർച്ചയായിട്ടും രണ്ടാണ്. കുംഭസാരിക്കുമ്പോൾ പാപങ്ങൾ അത് മോചിപ്പിക്കപ്പെടുന്നു. ദണ്ഡവിമോചനത്തിന് നമുക്ക് ലഭിക്കുന്നത് കുംഭസാരിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു പരിഹാരം ചെയ്യുവാനുണ്ടാകും നമ്മുടെ പാപത്തിന് വേണ്ടി. ഈ പാപത്തിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ നമ്മൾ മറന്നുപോയാൽ അത് കടങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ കിടക്കും. അതൊരു പക്ഷെ നമ്മൾ അത് തീർക്കാൻ വേണ്ടി വരിക ശുദ്ധീകരണ സ്ഥലത്താണ്. ഇങ്ങനെ ചില പാപങ്ങളോട് കുംഭസാരിച്ച് നല്ല കുംഭസാരം നടത്തിയിട്ട് ചില പാപങ്ങൾക്ക് അതിൻ്റെ അർഹിക്കുന്ന തരത്തിൽ പരിഹാരം ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ കടങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ കിടക്കും. ആ കടങ്ങൾ ഇല്ലാതാക്കുവാനായിട്ട് ദൈവം തരുന്ന ഏറ്റവും വലിയ കരുണയാണ് ദണ്ഡവിമോചനം. സഭയുടെ പഠനമനുസരിച്ച്, അതായത് സഭയുടെ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ള പുസ്തകം കാത്തക്കിസം ഓഫ് കാത്തലിക് ചർച്ച്, സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1472 സഭ പഠിപ്പിക്കുക ഇങ്ങനെയാണ്: പാപത്തിന് 2 തരത്തിലുള്ള പരിണിത ഫലങ്ങളുണ്ട്. ഒന്ന് ഇറ്റേണൽ പണിഷ്മെന്റ്, അതായത് നിത്യശിക്ഷ. ഈ നിത്യശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ മാരകമായ പാപം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് നിത്യശിക്ഷ. ഈ നിത്യശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് നല്ല കുംഭസാരം നടത്തിയാൽ തീർച്ചയായിട്ടും ഈ നിത്യശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. പക്ഷെ നല്ല കുംഭസാരം കഴിയുമ്പോൾ ഈ നിത്യശിക്ഷയിൽ നമുക്ക് മോചനം ലഭിച്ചാലും വീണ്ടും അവശേഷിക്കുന്ന ഒന്നാണ് ടെമ്പറൽ പണിഷ്മെന്റ്, അതായത് കാലിക ശിക്ഷ. ഈ ടെമ്പറൽ പണിഷ്മെന്റ് അത് മാറിപ്പോകുന്നത്, ഇല്ലാതാകുന്നത് നമ്മൾ ഈ കുംഭസാരിച്ച് കഴിയുമ്പോൾ അതിന് പരിഹാരങ്ങൾ അത് വേണ്ട വിധം നിറവേറ്റിയാൽ മാത്രമേ ഈ കാലിക ശിക്ഷ മാറിക്കിട്ടുള്ളൂ. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ പരിഹാരങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് ചിലപ്പോൾ മറന്നു പോകും, അല്ലെങ്കിൽ അത്രമാത്രം കൃപയോടെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ കാലിക ശിക്ഷ അവശേഷിക്കും. അത് പിന്നീട് നമ്മൾ അതിന് പരിഹാരം ചെയ്യേണ്ടി വരിക ശുദ്ധീകരണ സ്ഥലത്താണ്. പക്ഷെ നമ്മുടെ സഭ നമുക്ക് ഈ കാലിക ശിക്ഷയിൽ നിന്ന് വലിയൊരു മോചനം നൽകുവാനായിട്ടാണ് സഭയുടെ അധികാരത്തിൽ നമുക്ക് ദണ്ഡവിമോചനം നൽകുന്നത്. CCC 1471 ഇതിനെക്കുറിച്ച് പറയുക ഇങ്ങനെയാണ്:
ദണ്ഡവിമോചനത്തെ കുറിച്ച് പറയുകയാണ്, അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. അപരാധ വിമുക്തമായ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ പാപമോചനം ലഭിച്ച കുമ്പസാരിച്ച് കഴിയുമ്പോൾ അപരാധം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. പക്ഷെ അതിൽ നിന്ന് കാലിക ശിക്ഷ അവശേഷിക്കും. ഈ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. ഈ കാലിക ശിക്ഷ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നതാണ് ഈ ദണ്ഡവിമോചനം. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഈ ദണ്ഡവിമോചനം എങ്ങനെയാണ്, എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക? അതിനും മതബോധന ഗ്രന്ഥം വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു വയ്ക്കും. അതിന് മതബോധന ഗ്രന്ഥം പറഞ്ഞു വയ്ക്കുക എങ്ങനെയാണ്, ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഒക്കെ യോഗ്യതകളാലും അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധി 2000 വർഷങ്ങളിൽ പുണ്യജീവിതം കഴിച്ച് കടന്നുപോയ എല്ലാ വിശുദ്ധരുടെയും ഈ പുണ്യങ്ങളുടെ വലിയൊരു നിക്ഷേപം നമ്മുടെ സഭയിലുണ്ട്. ഈ സഭ ഒരു ശരീരമാണ്. ആ സഭയിൽ ഈ പുണ്യങ്ങൾ വലിയ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപത്തിൽ നിന്നാണ് നമ്മൾക്ക് ഈ ദണ്ഡവിമോചനത്തിനുള്ള കൃപ എടുത്തു തരിക, സഭ എടുത്തു തരിക. അപ്പൊ ഈ കാരണം മറ്റുള്ളവരുടെ കരുണ, ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു കരുണയാണ് ദണ്ഡവിമോചനം. കാരണം നമ്മൾ അർഹിക്കാത്തതാണ്. കാരണം നമ്മുടെ വിശുദ്ധരുടെ പുണ്യയോഗ്യതകൾ, ഈശോയുടെ വലിയ അഭിഷേകം, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ദണ്ഡവിമോചനത്തിനുള്ള കൃപയായിട്ട് ഈ ദണ്ഡവിമോചനം നമുക്ക് എടുത്തു തരിക. ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുണയാണ് ഈ ദണ്ഡവിമോചനം. അതോടൊപ്പം തന്നെ സഭ നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. CCC വീണ്ടും കാറ്റക്കിസം കാത്തലിക് ചർച്ചിൽ 1478 ഖണ്ഡികയിൽ പഠിപ്പിക്കുക ഇങ്ങനെയാണ്, ദണ്ഡവിമോചനം സഭയിലൂടെ മാത്രമേ നമുക്ക് പ്രാപിക്കാൻ സാധിക്കൂ. അത് സഭയുടെ നിക്ഷേപമാണ്, സഭയുടെ വലിയ അധികാരമാണ്. അപ്പൊ സഭ അതിനോട് എങ്ങനെയാണ് ദണ്ഡവിമോചനം ലഭിക്കണമെന്ന് പറയൂ, ആ രീതിയിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുകയുള്ളൂ. മാർപ്പാപ്പ തൻ്റെ സഭയുടെ അധികാരം ഉപയോഗിച്ച് നമ്മൾക്ക് ചില ദണ്ഡവിമോചനങ്ങൾ നൽകാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. കരുണയുടെ വർഷത്തിൽ മാർപ്പാപ്പ നമുക്ക് ദണ്ഡവിമോചനം നൽകി. പ്രത്യേകമായിട്ട് കരുണയ്ക്കായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ദേവാലയങ്ങളിലൂടെ കുമ്പസാരിച്ചൊരുങ്ങി പ്രാർത്ഥിച്ച് അതിലൂടെ കടന്നുപോയി മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയൊക്കെ സമർപ്പിക്കുമ്പോൾ ആ കരുണയുടെ വർഷം നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് മാർപ്പാപ്പയുടെ അധികാരത്തിൽ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഇത് സഭയുടെ അധികാരമാണ്, സഭയിലെ മാർപ്പാപ്പയുടെ അധികാരമാണ്. ഈ അധികാരം നമുക്ക് നൽകാനായിട്ട് ശക്തിയുള്ള കൃപയുള്ള സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഈ ദണ്ഡവിമോചനം പൂർണ്ണമായിട്ട് ലഭിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നവംബർ മാസത്തെ ദണ്ഡവിമോചനം. 1748 സഭ പ്രത്യേകമായ ഡിഗ്രിയിലൂടെ ഈ നവംബർ മാസത്തെ ദണ്ഡവിമോചനത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക. ഈ നവംബർ മാസത്തിൽ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ഉള്ള 8 ദിവസങ്ങളാണ് നമുക്ക് ദണ്ഡവിമോചനത്തിനായിട്ട് സഭ മാറ്റിവെച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ നല്ല കുമ്പസാരം നടത്തി ബലിയർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് അതിനുശേഷം ചിമിത്തേരികളിൽ സന്ദർശിച്ച് മാർപ്പാപ്പയുടെ നിയോഗത്തിനായിട്ട് ഒരു സ്വർഗസ്നായം, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തീർത്ഥസ്തുതിയും ചൊല്ലിയാൽ ഈ 1 തുടങ്ങി 8 വരെയുള്ള ദിവസങ്ങൾ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം, പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കൂടിയാണിത്. പക്ഷേ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ദേവാലയങ്ങളിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കില്ല. പല സ്ഥലങ്ങളിലും കുർബാനയിൽ നേരിട്ട് പങ്കെടുക്കാൻ അർപ്പിക്കാനായിട്ട് സാധിക്കണില്ല, കുമ്പസാരിക്കാൻ സാധിക്കണില്ല. ഈ ഒരു സാഹചര്യത്തിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പ പ്രത്യേകമായ അധികാരത്താൽ കഴിഞ്ഞ മാസം ഇറക്കിയ ഡിഗ്രിയിൽ പ്രത്യേക അധികാരത്താൽ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വർഷം 1 മാസക്കാലം പൂർണ്ണമായിട്ടും പൂർണ്ണ ദണ്ഡവിമോചനമാണ്. അതിന് മാർപ്പാപ്പയുടെ ഈ മാർപ്പാപ്പ നിയോഗങ്ങൾ സമർപ്പിച്ച് ചെന്തേരികളിൽ പോയി പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. 1 തുടങ്ങി 8 ദിവസം വരെയല്ല, 1 തുടങ്ങി 30 ദിവസം വരെ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ഈ കാലഘട്ടത്തിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, ദേവാലയങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ, ഒട്ടും കുമ്പസാരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണെങ്കിൽ, ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പ നമുക്ക് തന്നിരിക്കുന്ന ഒന്നാണ്. വൈദികർ കുമ്പസാരിക്കാൻ സന്നദ്ധരായിരിക്കില്ല കോവിഡിന്റെ പശ്ചാത്തലത്തിൽ. അല്ലെങ്കിൽ രോഗസമ്പർക്കമുള്ള വ്യക്തികളാകാം, അവർ കുമ്പസാരിക്കാൻ പറ്റില്ല. നല്ലൊരു അനുതാപത്തോടെ തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി മാപ്പ് ചോദിച്ചതിന് ശേഷം അനുദപിച്ച്, കാരണം ദണ്ഡവിമോചനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് കുമ്പസാരിക്കാൻ സാധിക്കാത്ത ഈ ഒരു കാലഘട്ടത്തിൽ നല്ല അനുതാപത്തോടുകൂടി പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നല്ലോണം മനസ്തപിച്ച്, അതിനുശേഷം ഈ നമ്മുടെ ചിന്തേരികളില് സന്ദർശിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ കോവിഡ് രോഗാവസ്ഥയാകാം, സമ്പർക്ക ലിസ്റ്റിലുള്ളവർ, അങ്ങനെയുള്ളവർ തങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈശോയുടെ ഒരു രൂപം എടുത്തു വെച്ച്, അല്ലെങ്കിൽ ഈശോ രൂപത്തിന് മുൻപിലോ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ ഇരുന്ന് ഈ പരിശുദ്ധ മാർപ്പാപ്പയുടെ നിയോഗത്തിനായിട്ട് ഒരു ജപമാലയൊക്കെ ചൊല്ലി, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വർഗസ്നായും ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ തിരുത്തസ്തുല്യം ചൊല്ലി ആ നിയോഗത്തിനായിട്ട് സമർപ്പിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടു പോയ ഏതെങ്കിലും മരിച്ചവർക്കൂടെ പൂർണ്ണ ദണ്ഡവിമോചനത്തിനായിട്ട് സമർപ്പിച്ച അത് സാധിക്കുമെന്നാണ് സഭ നമുക്ക് നൽകുന്ന ഉറപ്പ്. കാരണം ഇത് സഭയുടെ അധികാരമാണ്. ഇത് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ചെയ്ത ഈ മാസം വലിയ അനുഗ്രഹങ്ങളുടെ മാസമാകും. നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തെത്തിക്കാനുള്ള ഒരു മാസം കൂടിയാണ്. ഇതിനുള്ള വലിയ കൃപ ദൈവം നമുക്ക് നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.